സൗഖി എന്ന് പറഞ്ഞൊരു പട്ടണത്തിലേക്കാണ് എത്തിയത് കേട്ടോ. മലയടിവാരത്തിലുള്ള ഒരു പട്ടണം. സിംല ബസ് സ്റ്റാൻഡാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഈ ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങിയത്. പുതിയ ബസ് സ്റ്റാൻഡാണ്. ഹിമാചൽ പ്രദേശിലെ ഏതോ ഒരു മലയോര പട്ടണത്തിലാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ അടിപൊളി സ്ഥലമല്ലേ, എന്താ കണ്ടോ. നാഷണൽ ഹൈവേ 5 കേട്ടോ. ഇത് ലേയിലേക്ക് പോകുന്ന കാശ്മീരിലെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചണ്ഡീഗഡിലാണ് കേട്ടോ. ചണ്ഡീഗഡിൽ നിന്ന് നമ്മൾ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ സിംലയിലേക്കാണ് യാത്ര തിരിക്കുന്നത്. അപ്പോൾ ചണ്ഡീഗഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും സിംലയിലേക്ക് ഹിമാചൽ പ്രദേശിൻ്റെ ഒരു സ്റ്റേറ്റ് ബസ്സിനാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഈ സിംല എത്തുന്നിടം വരെയുള്ള ഈ റോഡ് മാർഗമുള്ള കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം രാവിലെ 11 മണിയോടുകൂടി ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മളൊരു ബസ്സിന് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് ചണ്ഡീഗഡിലെ ബസ് സ്റ്റാൻഡ്. ചണ്ഡീഗഡിൽ 2 പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുണ്ട്. സെക്ടർ 43 പിന്നെ സെക്ടർ 17. ഇത് സെക്ടർ 43 ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്നാണ് നമുക്ക് സിംലയിലേക്കും ഒക്കെ പോകാനുള്ള ബസ് കിട്ടുക കേട്ടോ. ഇപ്പോൾ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ അങ്ങോട്ടൊക്കെയുള്ള ബസ്സുകൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കിട്ടുക. സെക്ടർ 17 രാജസ്ഥാൻ, പഞ്ചാബ്, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ കിട്ടുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടുത്തെ ബസ്സുകളൊക്കെ കണ്ടോ, അതിമനോഹരമായിട്ടുള്ള ബസ്സുകളൊക്കെയാണ്. പ്രത്യേകമായിട്ടുള്ള ഒരു കളർ കോഡ് ഒന്നും ഉണ്ടോയെന്ന് തോന്നുന്നില്ല. പല കളറിലുള്ള സ്റ്റേറ്റ് ബസ്സുകളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഒരു 12 മണിയോടുകൂടിയാണ് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 12 മണിയോടുകൂടിയാണ് നമ്മൾ ഇവിടുന്ന് ഹിമാചൽ പ്രദേശിൻ്റെ ഒരു സ്റ്റേറ്റ് ബസ്സിനാണ് നമ്മൾ സിംലയ്ക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാം, ബസ്സുകളൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഈ ബസ്സിനാണ് ഹിമാചൽ പ്രദേശിന് പോകുന്നത്. ബസ്സിൻ്റെ ടിക്കറ്റ് ഈ ബസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ആണ് എടുക്കേണ്ടത് കേട്ടോ. ബസ്സിൽ നിന്ന് വേണേൽ കിട്ടും, നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. അതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൻ്റെ HRTC ബസ്സിൽ ആണ് പോകുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡ് നമ്മൾ 12 മണിയോടുകൂടി പിന്നിടുകയാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഹിമാചൽ പ്രദേശിലുള്ള കാഴ്ച ഇതാ. ടിക്കറ്റ് ചാർജൊക്കെ ഇവിടെ കൃത്യം 285 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ചണ്ഡീഗഡിൽ നിന്നും നമ്മൾ ഒരു ഹിമാചൽ പ്രദേശിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് കയറി സിംലയ്ക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. 122 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ള ദൂരം. ഈ ചണ്ഡീഗഡിൽ നിന്ന് സിംല വരെയുള്ള ബസ് ചാർജ് എന്ന് പറയുന്നത് 285 രൂപ കേട്ടോ. നോൺ AC ബസ്സാണ്. ബസ് നല്ല അടിപൊളി ബസ്സാണ്. അപ്പോൾ നമുക്ക് ഈ 122 കിലോമീറ്റർ ദൂരത്തെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. നല്ല ചൂടാണ് ഇപ്പോൾ ചണ്ഡീഗഡിൽ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ബസ് ഇതാണ്. കണ്ടക്ടർ കാണാം. നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ കാക്കിയിട്ട കണ്ടക്ടർ. നമ്മുടെ ബസ്സിൻ്റെ ടിക്കറ്റ് നമ്മൾ പുറത്തുനിന്ന് എടുക്കും കേട്ടോ. അവിടെ ബസ് സ്റ്റാൻഡിൽ തന്നെ എടുക്കാം. അപ്പോൾ ഈ ചണ്ഡീഗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആസൂത്രിതമായ നഗരമാണ്. ചണ്ഡീഗഡ് ഒരു ആസൂത്രിത നഗരമാണ് കേട്ടോ. അതിൻ്റെ ഏതാണ്ട് 104 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ കിടക്കുന്ന ഒരു നഗരമാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാൻ കാര്യം വെച്ചാൽ ഇതിൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ ഇങ്ങനെ മാവ് വെച്ച് പിടിപ്പിച്ചേക്കുക. നമ്മുടെ നാട്ടിലെ കിളിച്ചുണ്ട മാവാണ് അവിടെ തൂങ്ങി കിടപ്പുണ്ട്. മാവിൻ തോട്ടത്തിൻ്റെ കാഴ്ച ഇവിടെ ഒരു മനോഹാരിതയാണ് കേട്ടോ. മാത്രമല്ല ഫുള്ള് തണലുമായിരിക്കും. അതേതായാലും ഇവിടെ നന്നായിട്ട് മാവ് വളരുന്ന ഒരു പ്രദേശമാണ്. ഈ ഹരിയാനേൻ്റെ ഭാഗമാണല്ലോ ഈ ചണ്ഡീഗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹരിയാനയുടെയും അതുപോലെ പഞ്ചാബിൻ്റെയും കൂടെ തലസ്ഥാനമാണ് കേട്ടോ. ചണ്ഡീഗഡിന്റെ പ്രധാനപ്പെട്ട നഗരഭാഗങ്ങളൊന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല കേട്ടോ. എല്ലാം ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രകൃതി മനോഹരമായ കാഴ്ചകളൊക്കെ വരുമ്പോൾ അവിടെ തൊട്ട് കാണിക്കാം. അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വല്ലാത്ത നീളമായി പോകും. നല്ല ചൂടാ. തേങ്ങ കച്ചവടക്കാരൻ വന്നു. തേങ്ങയാണ് ഒരു പ്രത്യേക രീതിയിൽ അരിഞ്ഞു വെച്ചിട്ട്. നമ്മളിപ്പോ ചണ്ഡീഗഡ് നഗരം വിട്ടിട്ട് ഹരിയാനയിലെ പഞ്ചഗുള എന്ന ടൗണിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. അപ്പോൾ പഞ്ചഗുള ഇപ്പോൾ നമ്മൾ ചണ്ഡീഗഡ് എന്ന കേന്ദ്ര ഭരണ പ്രദേശം വിട്ടിട്ട് ഹരിയാനയിലെ പഞ്ചഗുളയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് ഹൈവേ ആരംഭിക്കുകയാണ്. ഇനിയിപ്പോൾ സിംല വരെ നല്ല ഹൈവേ ആയിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാവുക. 12 മണിയായപ്പോൾ കയറിയതാണ്.
ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. പക്ഷെ ഇടയ്ക്ക് ഫുഡിന്റെ ബ്രേക്ക് ഉണ്ടാവും. അപ്പൊ നിർത്താം എന്നുണ്ട്, വണ്ടി നിർത്തുമെന്നാ പറഞ്ഞു കേട്ടോ. അപ്പൊ ഒരു 1:30 ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ നിർത്തുമായിരിക്കും വല്ല ധാബകളിൽ. അപ്പൊ ഈ ധാബയിലൊന്നും നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്താണ് ധാബ എന്നൊക്കെ നോക്കാലോ. ഒരു ടയർ നന്നാക്കുന്ന പീടിയ എന്താ, ടയറൊക്കെ എടുത്ത് വെച്ചേക്കുന്നുണ്ടാ രസകരമായ രീതിയിൽ. നമ്മുടെ നാട്ടിലെ പോലെയല്ല. അപ്പം മലകയറ്റം പതുക്കെ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാലും ചൂടൊന്നും കുറഞ്ഞിട്ടില്ല. കുറെ കൂടെ കഴിയുമ്പോൾ കുറയും നമുക്ക് വിചാരിക്കാം. അങ്ങനെ മല കയറി ഇപ്പോൾ 2 കിലോമീറ്റർ ഒക്കെ കയറി കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. വളവുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂട് ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആഹാ, ഭംഗിയുള്ള സ്ഥലങ്ങൾ അങ്ങനെ എത്തിത്തുടങ്ങി. അടിപൊളി. സിംലക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. സിംല ഇപ്പോ 80 കിലോമീറ്ററിന്ന് അവിടെ മയിൽക്കുറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ചൂട് കുറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സിംലയിൽ ഇപ്പം അല്ലാതെ തണുപ്പില്ല. അപ്പൊ നമ്മൾ കാൽക്ക എന്ന് പറഞ്ഞ പ്രദേശത്തുകൂടിയാണ് കേട്ടോ പോകുന്നത്. കാൽക്ക എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഹരിയാന തന്നെയാണ് കേട്ടോ. ഹരിയാനയിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കൽക്ക എന്ന് പറയുന്ന സ്ഥലം. അവിടുന്ന് സിംലയിലേക്ക്, ഉയർന്ന സിംലയിലേക്ക് നമ്മളെ ഊട്ടിയിലൊക്കെ ഉള്ള പോലത്തെ ട്രെയിൻ കയറി പോകുന്നില്ല, ആ സംഭവമാണ് ഈ ടോയ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ടോ. മലകളൊക്കെ ഒന്ന് മേലെ കാണുന്നുണ്ട്. അവിടേക്ക് എത്തുമ്പോൾ ചൂട് കുറയുമായിരിക്കും എന്ന് വിചാരിക്കാം. ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മല ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടോ. അപ്പൊ അത് നോക്കി, കോൺക്രീറ്റ് ആണ്. മല പൊട്ടി വീഴുമായിട്ട് കോൺക്രീറ്റ് കൊണ്ട് വീഴിക്കും. വീടുകളൊക്കെ ഇപ്പൊ കണ്ടു തുടങ്ങി കേട്ടോ. അടിപൊളി വീടുകൾ മലേന്റെ പൊക്കത്തില് അടിപൊളി. അവിടെ കുറെ വീടുകൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ അവിടെയെല്ലാം വീടുകൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെയും ചൂടാണ്. ഇതെല്ലാം ഹരിയാനയുടെ ഭാഗമാണ് കേട്ടോ. ഹിമാചൽ നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാചലിൽ എത്തിയിട്ടില്ല. ഞാനിപ്പോ സിംലയ്ക്ക് പോകുന്ന വഴിയാണ്. സിംലയ്ക്ക് പോകുന്ന വഴി ഇപ്പൊ ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. നാംകെ ചലോ കാശ്മീർ ചലോ ചാനലായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ പച്ചു അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. അപ്പോ അദ്ദേഹത്തിനൊരു ഹായ്. ഇവിടെ ഒരു വണ്ടി നിർത്തുന്ന സ്ഥലം കേട്ടോ. എന്താണെന്നറിയില്ല. ഇത് മറ്റേ ടോളൊന്നുമല്ല. ഹിമാചലിലേക്ക് പ്രവേശിക്കുക കേട്ടോ. ഹിമാചലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിട്ടുള്ള ഇവിടുത്തെ ഒരു കവാടാണ്. അപ്പോൾ ഇവിടെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഹിമാചൽ പ്രദേശത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വണ്ടികളെല്ലാം ഇങ്ങനെ ചെറിയ മറ്റേ നമ്മൾ ടോൾ പ്ലാസയിലെ പോലെ കടന്ന് പോയിട്ട് പോകണം. എൻട്രി ഫീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ, വെൽക്കം ടു ഹിമാചൽ പ്രദേശ്. അപ്പോൾ നമ്മളിതാ അടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള ഹിമാചൽ പ്രദേശിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എൻ്റെ അടുത്ത സ്റ്റേറ്റ് 22ാമത്തെ എങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഹിമാചൽ പ്രദേശിന്റെ ഭംഗിയാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റിലൂടെ പോവാട്ടാ. കയറി പോകുമ്പോഴുള്ള കാഴ്ച ഇതാണ്. മല ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് കൊണ്ട്. അപ്പൊ ഇതൊക്കെ എന്തോ വീടാണോ? അല്ല, വീടൊന്നുമല്ല. അതൊക്കെ സർക്കാരിന്റെ പിന്നെ പരിപാടികളാണ്. അങ്ങനെ ചുരം കയറുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ സിംലയിലേക്കുള്ള. സിംലന്റെ ബോർഡെല്ലാം നമുക്ക് അവിടെ കാണാം. പിന്നെ സിംല എന്ന് പറയുന്ന അറിയാലോ, ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് സിംല. പിന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ശരിക്കും അപ്പർ സൈഡിൽ ഇരുന്നാലാണ് കേട്ടോ കാഴ്ച. നമ്മളിരുന്ന ഇടത് സൈഡില് കാഴ്ച കുറവാണ്. അപ്പുറത്താണ് ഭംഗിയുള്ള കാഴ്ച. ഇതുണ്ടല്ലോ, ഫുള്ള് വലയിട്ടേക്കാണ് കേട്ടോ. നോക്കിയേ, എല്ലാം ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നതാണ് മഴക്കാലത്ത്. മൊത്തം റോഡ് ബ്ലോക്കായി പോകുന്ന എങ്ങനെയാണ് ഇതുണ്ടാവും. ഇതുപോലത്തെ വലിയ കുന്നുകള്, മലന്തിട്ടകൾ താഴോട്ട് ഇടിഞ്ഞ് വീഴുന്നതാണ് മഴക്കാലത്ത്. അപ്പൊ അതിനിങ്ങനെ കുറ്റി അടിച്ചിട്ട് അതിന് വലയിടുക ചെറിയ കല്ലുകൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ, വല കണ്ടോ. നമ്മളിപ്പോ ഏതാണ്ട് 70 കിലോമീറ്ററോളം ഇനി സഞ്ചരിച്ചാൽ മതി കേട്ടോ സിംലയിലെത്താൻ വേണ്ടിയിട്ട്. ആദ്യം ആള് കുറവായിരുന്നെങ്കിലും വഴിക്കുന്നില്ല ആള് കയറിയിട്ട് ഇപ്പോ നല്ലോണം ആളായി. ചെറിയ ടൗണുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മല കയറി വരുന്ന സമയത്ത് ബസ്സുകളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഈ കുന്നിന്റെ മണ്ടയിൽ കൂടെ വളഞ്ഞു പോകുന്ന സ്ഥലത്തൂടെയൊക്കെ ഉണ്ടല്ലോ, പറന്ന് അടിപൊളിയായിട്ട് പറന്നാ പോകുന്നത്. വേച്ചലക്കി വിടുക, ഒരു നോട്ടവും ഇല്ല. അപ്പൊ ഏതോ ഒരു ടൗണിലെത്തിയപ്പം, ചെറിയൊരു ടൗണാണ്, അവിടെ എത്തിയപ്പോഴത്തേനും
ഭക്ഷണത്തിൻ്റെ സമയമാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കും ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. ഹിമാചൽ പ്രദേശിലെ ഏതോ ഒരു മലയോര പട്ടണത്തിലാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വലിയൊരു ഉയർന്ന സ്ഥലത്താണ്. ഇനി നമുക്കൊരു 65 കിലോമീറ്റർ പോകാനുണ്ട് എങ്ങോട്ടേ, സിംലയ്ക്ക്. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ, എന്ത് ഭക്ഷണം കഴിക്കാന്നൊന്നും അറിയില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. വേറെ കുറേ ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ എന്താ കഴിക്കാൻ കിട്ടുകയെന്നൊന്നും അറിയില്ല. ഹിമാചൽ പ്രദേശിലെ എന്തെങ്കിലും വിഭവങ്ങളായിരിക്കും. അപ്പോൾ ഈ കടയിലേക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറുന്ന. ചോറാണ്, ബിരിയാണി അങ്ങനെ തോന്നുന്നു. ഹോട്ടലിൽ കയറിയിട്ട് ഇരിക്കുവാണ്. ഇവിടെ എന്തൊരു മസാല ചോറോ അങ്ങനെ എന്തൊരു സാധനമാണ് ഇവിടെ നമുക്ക് പറ്റുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്തെങ്കിലും നമുക്ക് കഴിക്കാം. ഇതാണ് നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം കേട്ടോ. ഇത് പിന്നെ ചെറുപയറും ചോറും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു തോരനും 2 സവാളയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് വയറ് നിറയുമെന്ന് അറിയത്തില്ല, എന്തായാലും കഴിച്ചു നോക്കാം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മുടെ ഗുജറാത്തി താലി പോലത്തെ സംഭവമാണ്. 2 റൊട്ടിയും കുറച്ച് ചോറൊക്കെ ആയിട്ട്. ഇതൊക്കെ ഇവിടുന്ന് കിട്ടുള്ളൂ. വണ്ടി ഉദ്ദേശിച്ചതിനേക്കാളും വേഗത്തിൽ പോട്ടോ. അവിടെ ചടാപടാന്ന് വന്നിട്ട് വണ്ടിക്കകത്ത് കയറേണ്ടി വന്നു. അപ്പോൾ സിംല യാത്ര തുടരാം. അപ്പോൾ 1:30 ആയപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര ഈ മല കയറാൻ വേണ്ടി പോവാണ്. ഇത് ചെറിയൊരു ടൗണാണ് കേട്ടോ, അത് അപ്പുറത്തെ ദിവസത്തെ ടൗണ്. അപ്പോൾ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇവിടെ കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ സ്ഥലത്തെ കുറച്ച് കെട്ടിടങ്ങളാണ് കേട്ടോ, കടകളും ഒക്കെ കേട്ടോ. എല്ലാം തന്നെ ഹോട്ടലുകളും മറ്റു സംഭവങ്ങളാണ് ഇവിടെ. എല്ലാ റൂമുകളും ബാർ അറ്റാച്ച്ഡ്. മദ്യത്തിനൊക്കെ വളരെ പൈസ കുറവ് കേട്ടോ. എവിടെയെല്ലാം കണ്ടോ തിണ്ടിങ്ങനെ കെട്ടി പൊന്തിച്ചൊക്കെ. ഇതെല്ലാം മല ഇടിഞ്ഞ് വീഴുന്ന റൂട്ടിലേക്ക്. നമ്മൾ കേട്ടിട്ടില്ലേ ഹിമാലയത്തിൽ മല ഇടിഞ്ഞ് വീഴുന്നു അതെന്നൊക്കെ പറയും. അത് മഴക്കാലത്ത് സൂപ്പറായിട്ടുണ്ടാവും. അങ്ങോട്ട് നമ്മൾ ഇവിടെയെല്ലാം മല പൊട്ടി വീണ സ്ഥലങ്ങളാണ് കേട്ടോ. വലയടിച്ച് വെച്ചേക്കുന്നുണ്ട്, ഇരുമ്പിന്റെ വലയാ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. ഇവിടെ കുറച്ചുകൂടെ കട്ടി കൂടിയ വലയാ അടിച്ചു കയറ്റി വെച്ചേക്കാം. ഇതെല്ലാം മല പൊട്ടി വീണ് ഈ കോലത്തിലായി. മഴക്കാലത്ത് ഇതെല്ലാം പൊട്ടി വീണ് റോഡെല്ലാം തടസ്സപ്പെട്ടു. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. ഇവിടെ ഒന്നും ഒരു കൃഷിയൊന്നും കാണുന്നില്ലേ. ഇവിടെ കൃഷിയൊന്നും കാഴ്ചയിലൊന്നും ഒരു കൃഷിയും കാണുന്നില്ല. ഇതുപോലത്തെ മരങ്ങളുടെ കാഴ്ചയാണ് ഗംഭീരമായ. ആപ്പിളൊക്കെ ഏത് ഭാഗത്താണെന്നറിയില്ല. നമ്മൾ ആപ്പിളൊക്കെ നമുക്ക് പിന്നെ കാണാൻ പോകണം. ഇവിടെ എത്തിയപ്പോൾ ലേശം തണുപ്പ് ഒക്കെ തുടങ്ങുന്നുണ്ട്. തണുപ്പെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും കൂളായി. കടുത്ത ആവിയൊന്ന് പോയി കേട്ടോ. മലയിങ്ങനെ കയറുകയാണ്. അതായത് അടുത്ത ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. മലയുടെ മുകളിലും ടോൾ പ്ലാസയാണ്. ഇപ്പോൾ ടോൾ പ്ലാസേന്റെ അവിടെ എങ്ങനെ ഇത്ര വീതിയാക്കി എടുത്തു. ഈ മല എല്ലാം കൂടെ വെട്ടി അറിഞ്ഞിട്ട് കുറച്ച് വീതി വേണമല്ലോ. മലയുടെ പൊക്കത്തിൽ നിന്നൊരു വീണ കല്ലുകളാട്ടോ. ഇതുകൊണ്ടോ മലയുടെ പൊക്കത്തിൽ നിന്ന് വീണ കല്ലുകളാണ്. കല്ലുകൾ JCB വന്നിട്ട് പെറുക്കി മാറ്റുവാണ് കേട്ടോ. അവിടെ ഇങ്ങനെ പൊട്ടി താഴോട്ട് പോകുന്നു. ബസ് വല്ല ഓടുന്ന സമയത്താണെങ്കിൽ പണി പാളിയാൻ. അടുത്തൊരു ടൗണാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഇടവിട്ടെല്ലാം ഇങ്ങനത്തെ ടൗണുകൾ നമുക്ക് കാണും. ഇവിടെ എല്ലാം ഇഷ്ടംപോലുള്ള സാധനം എന്താണെന്നറിയോ, ബ്രാൻഡ് ഷോപ്പ്. അപ്പൊ അതാ ഇതിന്റെ മണ്ടയ്ക്കത്തെല്ലാം വീട് കണ്ടോ. നല്ലൊരു കാഴ്ച. ഇതാ അടിപൊളി കാഴ്ച, സൂപ്പർ ഒരു സ്ഥലം. വീടുകൾ നോക്കിയാൽ നിങ്ങള്, വീടുകളൊക്കെ എങ്ങനെയുള്ള മലയിൽ ഒട്ടിച്ചു വെച്ച പോലാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റോപ്പാണ്. ഒരാളുകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം. ധരംപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. കുറെ ആളുകളൊക്കെ താമസിക്കുന്ന ചെറിയൊരു പട്ടണം എന്ന് വേണമെങ്കിൽ പറയാം. കുന്നിന്റെ മണ്ടക്കെല്ലാം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കാണ് വീടുകളെല്ലാം. ഹിമാചൽ പ്രദേശിലെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെയുള്ള സംഭവം. ഇതിന്റെ മേലോട്ട് ഇങ്ങനെ കയറി പോയിക്കൊണ്ടേയിരിക്കും. ധരംപൂർ എന്ന് പറഞ്ഞൊരു സിറ്റി കേട്ടോ. വലിയ തെറ്റില്ലാത്ത ഒരു സിറ്റിയാണ്. ആ വീടിന്റെ മേലോട്ടൊക്കെ വീട് കണ്ടോ. നേരത്തെ അപ്പർ സൈഡിലായിരുന്നു താഴ്വാരം കേട്ടോ. ഇപ്പോ ഇപ്പുറ സൈഡിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അടിപൊളി വീടുകൾ. ദൂരെ 100 കണക്കിന് വീടുകൾ മലയില് ഒട്ടിച്ചു വെച്ച പോലത്തെ വീടുകള്. ഓ ഇതാ കാറ്റാടി മരങ്ങൾ ഇഷ്ടം പോലെ. താഴോട്ട് നോക്കി ഹിമാചൽ പ്രദേശ്. അങ്ങനെ നമ്മൾ സിംല ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇനി ഏതാണ്ട് 50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ.
അടിപൊളിയായിട്ടുള്ള സീനറികളിലൂടെയാണ് ഇങ്ങനെ പോകുന്നത്. നോക്കൂ, എത്ര മനോഹരമാണ്. വീടുകൾ കണ്ടില്ലേ, ദൂരെ ഒട്ടിച്ചു വെച്ചേക്കുന്ന മലയെ ചേർത്ത്. അങ്ങനെ തന്നെ ഇതാണ് ഹിമാചൽ പ്രദേശിന്റെ ഒരു രൂപം. എവിടെ നോക്കിയാലും മലയാണ്. നമ്മൾ വണ്ടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ അഗാധമായ കൊക്കയിലാണ്, മേളിലൂടെ റോഡ്. കൊക്കയിനോട് ചേർന്ന് ഇഷ്ടംപോലെ കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. ആഹാ, എത്ര മനോഹരം. ഹിമാചൽ പ്രദേശ് ജനം താമസിക്കുന്ന കാഴ്ച കണ്ടോ നിങ്ങള്? എവിടെയാണ്? മലയോട് ഒട്ടി പിടിച്ച് കാണും ജനം. അടുത്തൊരു ടൗണിൽ എത്തി കേട്ടോ. മാലിത്തോ അങ്ങനെ എന്താ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞിട്ട്. അപ്പൊ ഇവിടുത്തെ കെട്ടിടങ്ങളുടെ പ്രത്യേകത ഉണ്ടോ? ബസ് സ്റ്റോപ്പ് കമറട്ടി, കമറട്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ കമറട്ടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇതിന് പക്കത്ത് മേൽപ്പാലമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മേൽപ്പാലത്തിന്റെ അടിയിലൂടെയാണ് പോകുന്നത്. വൺ വേ ആണ്. ഇങ്ങോട്ട് വരുന്ന ആ പൊക്കത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ. കാരണം റോഡ് വീതി കൂട്ടാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ല. ഇതൊരുമാതിരി ഭേദപ്പെട്ട ടൗണാണ് കേട്ടോ, ഭേദപ്പെട്ട ടൗണാണ്. ഹിമാചൽ പ്രദേശിലെ ടൗൺ ഇത്രയൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ, അല്ലാതെ വല്ലാതെ പരന്ന് കിടക്കുന്നതായിട്ടൊന്നും നമ്മൾ വിചാരിക്കരുത്. മേൽപ്പാലം അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഹൈവേയുടെ ഭാഗം കേട്ടോ ഇത്. മറ്റേ ലേയിലേക്ക് പോകുന്ന NH5. അപ്പൊ ഇനി നമ്മൾ ഏതാണ്ട് 45 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. വണ്ടി അങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുക. ഡ്രൈവറൊക്കെ എക്സ്പോർട്ടാണ്. വീടുന്നെല്ലാം മണ്ണിടിഞ്ഞ് വീടുന്നാണ് കേട്ടോ. അതെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ട് അതെല്ലാം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അങ്ങനെ ആക്കി വെച്ചേക്കാം. ഇപ്പൊ സോലംവാലി എന്ന് പറഞ്ഞ സ്ഥലത്തെങ്ങാണ്ടാണ് എത്തി കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്നതിന്റെ കേട്ടിട്ടാണ് പറഞ്ഞത്. ഇവിടുന്ന് ബൈപ്പാസാന്ന് പറഞ്ഞത്. വേറെ അങ്ങോട്ടോ തിരിഞ്ഞു പോകുന്ന റൂട്ടുണ്ട് അവിടെ. ഓട്ടോറിക്ഷയ്ക്ക് ഇവിടെ അപൂർവം കേട്ടോ. സൂപ്പറായിട്ടുള്ള കാഴ്ച. ഏതാ ഗംഭീരമായ മലനിരകള്. ഇന്ന് സോലംവാലിയാ അങ്ങനെ എന്തോന്ന് പറയുന്ന കേട്ടു. മക്കളെ എന്താ കാഴ്ച. ഓ, താഴ്വാരത്തിൽ വീടിന്റെ സംഭവം കണ്ട. ഹിമാചൽ പ്രദേശിലെ വീടെങ്ങനെയാ നിൽക്കുന്നത് കണ്ട. ഇതാണ് ഹിമാചൽ പ്രദേശിന്റെ ഭംഗി എന്ന് പറയുന്നത്. എന്താ സൂപ്പർ. എന്താ മക്കളെ വീടുകൾ ഇരിക്കുന്ന നോക്കിയേ. ഇതാണ് കാണേണ്ടത്. ഊട്ടിയിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും ഇങ്ങനെ. ഇതെത്രയാണോ? ഓ, ജന അധിവസിക്കുന്ന ഒരു ഭൂമിയാണ്. മലകളും മാത്രം. സോളൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടോ. ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്കാണ് വന്നത്. വീടുകളൊക്കെ കണ്ടില്ലേ? ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. പ്രൈവറ്റ് ബസ്സുകളും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വീട് കണ്ടോ? മലക്കനുസരിച്ചിട്ട് പണിതിട്ട് നല്ല സൂപ്പർ. നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് മരമാണെന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടി ഇടിച്ച് നിരത്തിയില്ലാക്കുന്നത്. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എങ്ങനെയാണോ മലയുടെ സ്വഭാവം അതിനനുസരിച്ചിട്ട് വീടങ്ങ് പണിയുകയും കണ്ടാ. കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നമ്മള് ഈ സോളം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇത് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് കേട്ടോ. ആളുകൾ സുഖവാസത്തിനൊക്കെ വരുന്നതാണ് മഞ്ഞുകാലത്തും മഴക്കാലത്തൊക്കെ. അങ്ങനെയുള്ള സ്ഥലമാണ് ഈ സോളം. കുറേ പേര് ഈ വണ്ടിക്കാരന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോഴും ഏതാണ്ട് 28 ഡിഗ്രി ചൂടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പൊ അത്ര സുഖമാണ്. ഇവിടെ മഴക്കാലത്തൊക്കെയാണ്, മഞ്ഞുവീഴ്ചയൊക്കെ ഉള്ള സമയത്താണ് ആളുകൾ കൂടുതൽ വരിക. മല കേട്ടാ. ഹിമാചലിലെ സോളം വാലി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പൊ നമ്മൾ കവർ ചെയ്ത് പോയേക്കുന്നത് കേട്ടോ. ഇത് പ്രമുഖമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഹിമാചൽ പ്രദേശിലെ. പക്ഷെ ഞാൻ വന്ന ഈ മെയ് 20 കഴിഞ്ഞപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ 33 ഡിഗ്രി ഇപ്പോഴും ഇവിടെ ചൂടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ ചൂടടിക്കുന്ന പോലല്ല. ഇവിടെ വന്നുമ്പോൾ ചൂടടിക്കും, വല്ലാത്ത പുകച്ചിലാണ് നമുക്ക് എടുക്കുന്നത്. ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് തരില്ല. 33 ഡിഗ്രി ചൂടായിപ്പോ. കാണിച്ച പോലത്തെ തന്നെ കാഴ്ചയാണ് വഴുതിനിടെ ഉള്ള കാഴ്ച കേട്ടോ. അതുകൊണ്ട് അത് മാത്രം തന്നെ എടുക്കുന്നതിൽ വലിയ കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഒരു 10-20 കിലോമീറ്റർ അടുത്തെത്താനാകുമ്പോഴത്തേനും നമുക്ക് പിന്നെയും വീഡിയോ എടുക്കാം. വലിയ മലനിരകൾ, ആ മലനിര ഒട്ടിച്ചേർന്നിരിക്കുന്ന വീടുകള്, സ്ഥാപനങ്ങള് ഒക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച. പക്ഷെ കാലാവസ്ഥ ഇപ്പോഴും 10-30 ഡിഗ്രിക്ക് മേലെ ചൂടാണ് ഇവിടെ. ഇവിടെ ഭംഗിയുള്ള ഒരു താഴ്വര കണ്ടു കേട്ടോ.
ഏതാണ്ട് ഇനിയിപ്പോ നമ്മളൊരു 25 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ സിംല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. താഴ്വാരത്ത് നോക്കി, നല്ല അടിപൊളി താഴ്വാരം. ഭയങ്കര ചൂടാണ്. സൂര്യന് നമ്മളെ നേരെ നമുക്കൊന്ന് നോക്കാൻ പോലും പറ്റാത്ത അത്ര ചൂടാണ് ഇവിടെ. താഴ്വാരം കണ്ടോ? ഹിമാലയൻ പർവ്വത നിരകളിലെ താഴ്വാരം. ഇപ്പൊ സോളം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടിപ്പോ ഒരു 15 കിലോമീറ്റർ വണ്ടി ഓടി. താഴ്വര നമുക്ക് കാണാം. ഇതോ താഴ്വര. കുന്നിടിച്ചിട്ട് വീടുണ്ടാക്കുമല്ല ചെയ്യുന്നത് ഇവിടെ. കുന്നിന് ആനുപാതികമായി സ്റ്റെപ്പായിട്ട് വീടുണ്ടാക്കുക. അതാണ് ഇവിടുത്തെ രീതി. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു വീടുണ്ടാക്കണ അപ്പോടെ കുന്നെല്ലാം കൂടി ഇടിച്ചു നിരത്തല്ല ചെയ്യുന്നത്. താഴ്വാരത്തിന്റെ കാഴ്ച കണ്ടോളൂ. എത്ര ഉയരത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് അറിയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂട്. നോക്കൂ, ഹിമാചൽ പ്രദേശിന്റെ മനോഹരമായ കാഴ്ചകളാണ്. ധാബകളൊക്കെ കണ്ടോ? ധാബകളൊക്കെ നോക്കിയ താഴോട്ട്. എൻ്റെ അമ്മച്ചി, ഇവിടെ എല്ലാം വൈകുന്നേരം ആകുമ്പോൾ എല്ലാം സജീവമാവും. ഞാനിപ്പോ സമയം ഇപ്പൊ 3 മണിയായി. താഴ്വാരത്തിലേക്ക് നോക്കി ഓരോ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ടോ? അടിപൊളി. ഇതാണ് നമ്മൾ വരുന്ന വഴി. മനോഹരമായിട്ടുള്ള കാഴ്ച. താഴ്ച നോക്കി. കബ്ന എന്നൊരു വില്ലേജിന്റെ അടുത്തുകൂടിയാണ് പോകുന്നത് കേട്ടോ. ഇവിടെ കബ്ന എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. കുറച്ചാളുകൾ താമസിക്കുന്ന വില്ലേജാണ്. ഏതാണ്ട് 3000 അടിയോളം ഉയരത്തിലെത്തി ഇപ്പൊ നമ്മള്. പക്ഷെ ഇപ്പോഴും ചൂട് 33 ഡിഗ്രിയാണ് ഫോണിൽ കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ആനയുണ്ടെന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആന എങ്ങനെ ഇതില് കയറി വരുന്നെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ആനയുണ്ടെന്ന് പറഞ്ഞ് ബോർഡൊക്കെ കാണാം ഇവിടെ. ഗംഭീരമായ ഒരു പ്രദേശത്തുകൂടിയാണ് കേട്ടോ പോകുന്നത്. ഏതാണ്ട് ഇനി ഒരു 15 കിലോമീറ്റർ ഓടിയ നമ്മളെ സിംല എന്ന് പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനത്തെത്തും. ഇവിടെയൊക്കെ കെട്ടിടങ്ങൾ നിർമ്മിച്ചേക്കുന്ന കേട്ടോ. എത്ര താഴോട്ടിറങ്ങിയ കാണാൻ തന്നെ രസമില്ല. അടിപൊളി. ഇടയില്ലാത്തടത്ത് എങ്ങനെയാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്താ പ്രകൃതി ഭംഗി. അടിപൊളി, അടിപൊളി മക്കളെ. ഹിമാചൽ പ്രദേശിന്റെ പ്രകൃതി ഭംഗി. ചൂടാണല്ല. കണ്ടോ, നാഷണൽ ഹൈവേ 5 ആണ് കേട്ടോ. ഇത് ലേയിലേക്ക് പോകുന്ന, കാശ്മീരിലെ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ എന്താ ചെക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടിയിലെല്ലാം നിർത്തുന്നുണ്ട്. പോലീസ് ചെക്കിംഗ് ആണെന്ന് തോന്നുന്നു. പോലീസ് ചെക്കിംഗ് ആണ്. പോലീസ് ബാരിയർ 100 മീറ്റർ ഹെഡ്. സൗഖി എന്ന് പറഞ്ഞൊരു പട്ടണത്തിലേക്കാണ് എത്തി കേട്ടോ. മലയടിവാരത്തിലുള്ള ഒരു പട്ടണം. ഇവിടുത്തെ പട്ടണങ്ങളെല്ലാം കാണാൻ നല്ല രസമാണ്. കുത്തന അടിയിലേക്ക് വലിയ പൊക്ക, അതിൻ്റെ അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്ന പോലെ ഒരു വലിയ ടൗൺ. എന്താ രസം. സുഖി എന്ന് പറഞ്ഞ ടൗൺ കേട്ടോ. സുഖി പട്ടണത്തിൽ 2 പേര് ഇറങ്ങാനുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന്. അവരിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സുഖി പട്ടണത്തെ കവർ ചെയ്ത് പോവാണ്. ബ്ലോക്ക്. മറ്റൊരു ഗംഭീരമായ സ്ഥലം നിങ്ങൾ കണ്ടു. അടിപൊളി സ്ഥലമല്ലേ? എന്താ കുത്തനെയുള്ള കയറ്റം കയറിയാണ് പോകുന്നത്. വളഞ്ഞ് അടിപൊളി. വെയിലിങ്ങോട്ട് അടിക്കുന്നുണ്ട്. നോക്കൂ ഗായ്സ്, സൂപ്പറാണ് കേട്ടോ. മല, ചെരുവ്, അതിൻ്റെ അടിയിൽ നമ്മൾ വണ്ടി ഇതാ പോകുന്നു. പറപ്പിക്കും ഡ്രൈവർ പറപ്പിക്കണം. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കുന്നു എന്നാണ് ഡ്രൈവറുടെ ഒരു രീതി കേട്ടോ. വളഞ്ഞ് പുളഞ്ഞ് താഴോട്ട് നോക്കി. എത്ര താഴെ. വമ്പാൻ ഉയരത്തിൽ കൂടി നമ്മൾ പോകുന്നത്. വമ്പാൻ ഉയരത്തിൽ കൂടെ. റോഡും എന്താ ഒക്കെ തമ്മില് ചേർന്നാ പോകുന്നത്. ഡ്രൈവർക്കാവുന്നൊരു പ്രശ്നമല്ല. ഡ്രൈവർ അടിച്ചും കൊണ്ടാ പോകുന്നത്. നല്ല നോക്കി. സൂപ്പർ കാഴ്ചകളാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ശേഷം ചൂട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. താഴെ നിന്നെല്ലാം നമ്മൾ കയറി വന്ന കേട്ടോ.
ഏതാണ്ട് ഒരു 10,000 അടി ഉയരത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഉയ്യോ, ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആഹാ, ഇത്ര മനോഹരമായ സ്ഥലം. ഒരു 6 കിലോമീറ്ററും കൂടെ പോവാണെങ്കിൽ നമ്മൾ സിംല എന്ന നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുക കേട്ടോ. ഇവിടെയൊക്കെ നല്ലോണം സിംല ബോർഡൊക്കെ കാണാം. സിംല ദൂരേന്ന് കാണാം കേട്ടോ. സിംലയിലെ പഴയ ബസ് സ്റ്റാൻഡിൽ കുറേ ആളെ ഇറക്കി വിട്ടു കേട്ടോ. ഇനിയും നമ്മൾ പോവാണ് പുതിയ ബസ് സ്റ്റാൻഡും ടൗണിലേക്കൊക്കെ ആയിട്ട് പോവാ കേട്ടോ. ഇതാ കണ്ടക്ടർ നമ്മളെ ഫ്രണ്ട് ബാഗൊക്കെ ആയിട്ട് ഉഷാറായിട്ട് പിരിക്കുന്നുണ്ട്. അപ്പോൾ സിംലയുടെ പ്രധാന ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ പോവാ കേട്ടോ. കൃത്യമായിട്ട് ഇത് എവിടെ ഇറങ്ങേണ്ടതെന്ന് പോലും സത്യത്തിൽ എനിക്കറിയില്ല. ഇവിടെ നിരന്ന ഒരു സ്ഥലവുമില്ല ഗൈസ്. എല്ലാം ഇതാ ഇതുപോലെ കുത്തനെയുള്ള താഴ്ചയുള്ള സ്ഥലങ്ങളാണ്. ബസ്സെല്ലാം വരുന്നുണ്ട്. സിംല ബസ് സ്റ്റാൻഡ് ആയി എന്നാണ് ഇവർ പറയുന്നത്. ഒരുമാതിരി കുഴപ്പമില്ലാത്തൊരു കെട്ടിടം കാണുന്നുണ്ട്. അതായിരിക്കും ചിലപ്പോൾ സിംല ബസ് സ്റ്റാൻഡ് മേലേക്ക് ആയിട്ട്. സിംല ബസ് സ്റ്റാൻഡ് ഇവിടെ നമുക്ക് ഇറങ്ങാം അല്ലേ. അപ്പൊ ആളുകളൊക്കെ ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇതാണ് സിംല ബസ് സ്റ്റാൻഡ്, മെയിൻ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ബസ്സിൽ നിന്നുള്ള ആളുകളെല്ലാം ഇതാ ഇറങ്ങി, കണ്ടക്ടർ അടക്കം ഇറങ്ങുവാണ്. ഡ്രൈവർ അവിടെ വണ്ടി നിർത്തി. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കൂടുന്നു. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ. 2 നിലയായിട്ടാണ് ബസ് സ്റ്റാൻഡ്. താഴത്തെ നിലയിൽ കൂടെ കയറി വന്നിട്ട് പിന്നെ മേളത്തെ നിലയിൽ ബസ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കുന്നിൻ പ്രദേശമാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയതിന് എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അത്ര ഇട കിട്ടിയത്, ബാക്കി ഫുള്ള് ചെരിഞ്ഞ സ്ഥലങ്ങളാണ്. നമ്മളങ്ങനെ 4 മണിയായപ്പോൾ അവിടുന്ന് 12 മണിക്ക് തിരിച്ച്, ചണ്ഡീഗഡിൽ നിന്ന് 2 മണിക്ക് തിരിച്ച് 4 മണിയായപ്പോൾ നമ്മൾ സിംലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സിംല ബസ് സ്റ്റാൻഡാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഈ ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങിയത്. പുതിയ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മളിവിടെ കൂടി നാളെയാണ് സിംലയിലെ കാഴ്ചകളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ റൂം എടുക്കണം, അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് റൂം കിട്ടുക, എവിടെയാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.